അല്ല, തോമസ് ഐസക്കിന്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. തോമസ് ഐസക്കിന് എത്ര കാലം നിയമത്തിന് മുമ്പിൽ ഒളിച്ചോടാൻ കഴിയും? നമ്മുടെ രാജ്യത്ത് നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് നിയമത്തിന് മുമ്പിൽ ആരും അതീതരല്ല, എല്ലാവരും തുല്യരാണ്. അത് മുഖ്യമന്ത്രി ആയാലും കേന്ദ്രമന്ത്രി ആയാലും ഏത് മന്ത്രി ആയാലും ഏത് പ്രതിപക്ഷ നേതാവായാലും പൊതുപ്രവർത്തകനായാലും എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. എല്ലാ പാർട്ടിക്കാരും അക്കാര്യം മനസ്സിലാക്കിയിട്ട് വേണം പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. തോമസ് ഐസക്കിനെ കുറിച്ച് ചോദിച്ച സാഹചര്യത്തിൽ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഇന്നലെ അപകടകരമായൊരു പ്രസ്താവന ശ്രീ തോമസ് ഐസക് നടത്തിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഈരാറ്റുപേട്ടയിലെ സംഭവത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രകോപനപരമായൊരു പ്രസ്താവനയാണ് തോമസ് ഐസക് നടത്തിയിരിക്കുന്നത്. ക്രൈസ്തവ സഹോദരന്മാർ അവിടെ കലാപത്തിന് ശ്രമിച്ചു, പള്ളിയിൽ കൂട്ടമണി അടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ കലാപത്തിലേക്ക് നയിക്കാൻ ക്രിസ്ത്യാനികൾ ശ്രമിച്ചു. അവിടെ വൈദികന് പരിക്കൊന്നും പറ്റിയിട്ടില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. അത് തീവ്രവാദികളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടാണ്, തെരഞ്ഞെടുപ്പിൽ രാജ്യദ്രോഹികളുടെ പിന്തുണ സമാഹരിക്കാനാണ്, നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള PFIയെ സഹായിക്കാനാണ് തോമസ് ഐസക് ഇത് പറഞ്ഞിരിക്കുന്നത്. വിനാശകരമായൊരു പ്രസ്താവനയാണ് തോമസ് ഐസക് നടത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയും CPMന്റെ ഔദ്യോഗിക നേതൃത്വവും ഇതാണോ അവരുടെ നിലപാട്? ഈരാറ്റുപേട്ട സംഭവത്തെക്കുറിച്ച് പോലീസിന്റെ ഭാഷ്യത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ തോമസ് ഐസക് അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് ശരിയായ നിലപാട് ഇതാണോ അല്ലയോ എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കള്ളന്മാരെല്ലാവരും വിചാരിക്കുന്നത് വട്ടത്തിൽ കൂടി നിന്നാൽ, എല്ലാ കള്ളന്മാരും വട്ടത്തിൽ കൂടി നിന്നാൽ രക്ഷപ്പെടുന്നതാണ്. അത് കള്ളന്മാരുടെ ഒരു പൊതു മനസ്ഥിതിയാണ്. നമ്മുടെ നാട്ടിലെ കള്ളന്മാരെല്ലാവരും അങ്ങനെയാണ്. എല്ലാ കള്ളന്മാരും കൂടെ ഒരുമിച്ച് നിന്നാൽ, വട്ടത്തിലിരുന്നാൽ ഞങ്ങൾ പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു ധാരണയാണ്. ആര് എവിടെ പോയി യോഗം ചേർന്നാലും എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയാലും, നോക്കൂ നിങ്ങൾ, കേരളത്തിൽ ഈ കേസുകളെല്ലാം അട്ടിമറിക്കാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ എത്രമാത്രം വലിയ രീതിയിലാണ് മുഖ്യമന്ത്രി ദുരുപയോഗം ചെയ്തത്. ED അന്വേഷണം തടസ്സപ്പെടുത്താൻ വിജിലൻസിനെ ആദ്യം വിടുന്നു, പിന്നെ ക്രൈംബ്രാഞ്ചിനെ വിടുന്നു, പിന്നെ സുപ്രീം കോടതിയിൽ പോകുന്നു, ഫയലുകൾ എടുത്തുകൊണ്ട് പോകുന്നു. ഇത്രയും നീചമായ രീതിയിൽ അന്വേഷണ ഏജൻസികളെ ഭയപ്പെടുത്തുന്ന വേറെ ഏത് സർക്കാരാണുള്ളത്? അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം, ഏജൻസികൾക്കറിയാം. ആ എന്റെ പേരിൽ ഒരു കേസും ഇല്ല സഹോദര. ഇല്ല, കേസെടുക്കാനില്ല. എന്റെ പേരിൽ ഒരു തരത്തിലും ഒരു അഴിമതി കേസും എന്റെ പേരിൽ എടുക്കാനില്ല. പിന്നെ എന്താണ് ഈ പറയുന്നത്? അങ്ങനെ കേസെടുക്കാൻ കഴിയില്ലെന്ന്. അവിടെ ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടില്ല. പിന്നെ എങ്ങനെ എന്റെ പേരിൽ കേസെടുക്കുന്നത്? ആ ഒരു കവർച്ചാ കേസാണ്. ആ കേസിലെ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ നിയമപരമായ കാര്യങ്ങൾ. വെറുതെ ഒരു കേസ് എടുക്കാൻ കഴിയോ? എന്റെ പേരിൽ ഒരു കേസും എടുക്കാൻ കഴിയില്ല. ആര് വിചാരിച്ചാലും കഴിയില്ല. അത് പ്രതിപക്ഷം എപ്പോഴും പറയുന്ന ഒരു ആരോപണമാണ്. അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ബഹളം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയവരാണ് കോൺഗ്രസുകാർ. കെജ്രിവാളിനെതിരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് PCC അധ്യക്ഷൻ നൽകിയ കത്ത് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയ വേട്ടയാണെന്ന് പറയുന്നത് സ്ഥിരം പതിവാണ്. ഇതൊന്നും ഈ നാട്ടിൽ വിലപ്പോവില്ല. വേറെ അല്ലല്ല, പാർട്ടിയൊക്കെ അങ്ങനെ നിലപാടില്ല. ഏതാ? അല്ല, ആ അന്വേഷണം അവസാനിച്ചിട്ടില്ല. ഇപ്പൊ അത്രേ പറയുന്നുള്ളൂ. അന്വേഷണം അവസാനിച്ചിട്ടില്ല. ഒരു കേസും അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. ഒരു കേസിലുള്ള അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. അന്വേഷണം ശരിയായ രീതിയിൽ പോകും. ഓക്കെ. CAA നടപ്പിലായി കഴിഞ്ഞു സർ. കേരളത്തിൽ മാത്രം എങ്ങനെ നടപ്പിലാവാതിരിക്കുന്നു? ആൾക്കാർക്ക് ഇവിടെ നിങ്ങൾ അപേക്ഷിച്ച് നോക്ക്, കിട്ടും. പൌരത്വം അപേക്ഷിച്ച് ഇവിടുത്തെ ഏതെങ്കിലും ഒരു കലക്ടർക്ക് നിങ്ങൾ കൊടുത്തു നോക്ക്, അപ്പൊ കിട്ടും.